ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. റയലിൻ്റെ മധ്യനിരയിൽ ഇപ്പോഴും ചില ദൗർബല്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം പരിശീലകനായ ഹൊസെ മൊറീഞ്ഞോ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. റോഡ്രിക്ക് വേണ്ടി റയൽ ശ്രമിച്ചിരുന്നു, അത് ഫലം കണ്ടില്ല. അതുകൊണ്ട് തന്നെ മധ്യനിരയിലേക്ക് ഒരു മികച്ച താരത്തെ കൊണ്ടുവരാൻ ഹൊസെ മൊറീഞ്ഞോക്ക് ഇപ്പോഴും താല്പര്യമുണ്ട് എന്നാണ് ഹൊസെ ഫെലിക്സ് ഡയസ് എന്ന പ്രമുഖ സ്പാനിഷ് മാധ്യമ പ്രവർത്തകൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. യുവ സൂപ്പർ താരമായ കീ സ്മിത്തിന് വേണ്ടി ഇപ്പോൾ റയൽ മാഡ്രിഡ് ശ്രമിക്കുന്നു എന്ന ഒരു റൂമറാണ് ഇദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. അതായത് ഡച്ച് ക്ലബ്ബായ AZ അൽക്കമാറിന് വേണ്ടി കളിക്കുന്ന യുവതാരമാണ് കീ സ്മിത്ത്. ഡച്ച് താരമാണ്. അദ്ദേഹത്തിൽ ഇപ്പോൾ ഹൊസെ മൊറീഞ്ഞോക്ക് താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബെർണാഡോ സിൽവയുടെ അതേ പ്രൊഫൈൽ ഉള്ള ഒരു മധ്യനിര താരത്തെയാണ് ഹൊസെ മൊറീഞ്ഞോക്ക് വേണ്ടത്. മാത്രമല്ല, കീ സ്മിത്തിന്റെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം. പ്രധാനമായും സെൻട്രൽ മിഡ്ഫീൽഡർ ആയിക്കൊണ്ടാണ് അദ്ദേഹം കളിക്കാറുള്ളത്. പക്ഷേ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ടും ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ടും ഇദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താം. അതായത് മധ്യനിരയിൽ ഏത് പൊസിഷനിലും കളിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു താരമാണ് കീ സ്മിത്ത്. അതുകൊണ്ടാണ് റയലിനും അതുപോലെ തന്നെ പരിശീലകനായ ഹൊസെ മൊറീഞ്ഞോക്കും ഈ താരത്തിൽ ഇത്രയധികം താല്പര്യം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏകദേശം 60 മില്യൺ യൂറോയോളം ഇദ്ദേഹത്തിന് വേണ്ടി റയൽ മുടക്കേണ്ടി വരും. പക്ഷേ റയൽ മാഡ്രിഡ് നീക്കങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല എന്നുകൂടി ഹൊസെ ഫെലിക്സ് ഡയസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല FC ബാഴ്സലോണ, അത്ലറ്റിക്കോ മാഡ്രിഡ് എന്നിവരൊക്കെ പരിഗണിക്കുന്ന ഒരു താരം കൂടിയാണ് കീ സ്മിത്ത്. ഇദ്ദേഹത്തെ അൽക്കമാർ കൈവിടുകയാണെങ്കിൽ നല്ല ഒരു തുക റയൽ ഇദ്ദേഹത്തിന് വേണ്ടി മുടക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. 20 വയസ്സുള്ള ഈ താരം ഇത്തവണത്തെ ഡച്ച് ലീഗിൽ 2 മത്സരങ്ങൾ കളിച്ചു. 2ലും ഓരോ അസിസ്റ്റുകൾ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. നെതർലൻഡ്സിന്റെ സീനിയർ ടീമിന് വേണ്ടി കളിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിയ ഭാവി കൽപ്പിക്കപ്പെടുന്ന ഒരു താരമാണ് കീ സ്മിത്ത്. അദ്ദേഹത്തെയാണ് റയൽ ഇപ്പോൾ പരിഗണിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.